അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടയക്കണമെന്ന് പറഞ്ഞല്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടയക്കാൻ സമയം ദീർഘദർശി പറഞ്ഞതുപോലെ
അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയരെ, ഈ ഉടമ്പടി ചില ആൾക്കാർ ഭയങ്കര കോമഡിയാണ്. എന്താണെന്നറിയാമോ? അവർ ചിലപ്പോൾ ഈ നമ്മുടെ പ്രവർത്തകരെ കാണുമ്പോൾ പറയുവേ, കൃപാസനത്തിലെ പ്രവർത്തകരെ കാണത്തില്ലേ, അപ്പോൾ പരിചയമുള്ള ഞങ്ങൾ പത്രം ഇവിടെ കൊടുത്ത് 2 തിരി കത്തിച്ചു, എന്നിട്ടും ഉടമ്പടിയുടെ ഒന്നും ആയില്ലെന്ന് പറയും. അപ്പം ചിലർ വന്ന് എന്നോട് പറയും, അച്ഛാ അവിടെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ ജന്മത്ത് അവിടെ കാര്യം നടക്കത്തില്ലെന്ന്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തിനോട് കണക്ക് പറയണ രീതിയിലാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. 10 പൈസ ദൈവത്തിന് വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് അവർക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് വേണം. ദൈവത്തെക്കാൾ ഉപരി മെറ്റീരിയലായിട്ട് തന്നെ അവർക്ക് വേണമെന്നുള്ള രീതിയിൽ ഉള്ള ഒരു ബിസിനസ് റിലേഷനാണ് ചില ആൾക്കാർക്ക് ഉള്ളത്. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കണം കേട്ടാ. ഈ പല ആൾക്കാർക്ക് ഈ ബിസിനസ് റിലേഷൻ ഉണ്ട്. പക്ഷെ ചിലർ കുറച്ച് ഒരു ഉടമ്പടി ആ ക്ലാസ്സെല്ലാം കേട്ട് കഴിയുമ്പോൾ, ഈ ക്ലാസ് കേൾക്കാത്തവർക്കാണ് ഇങ്ങനെ താമസിക്കുന്നത് ഈ വിഷയങ്ങൾ. ക്ലാസ്സെല്ലാം കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവസ്നേഹം ഉണ്ടാവും. ഉടമ്പടി എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? ആൾക്കാരിൽ ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. കാര്യം ദൈവമാണ് അതിൻ്റെ അകത്ത് കണ്ടൻ്റ് എന്ന് പറയണത് ഉടമ്പടിയുടെ. ഇപ്പം നമ്മൾ ഈ പത്രം കൊടുക്കണത് എന്തിനാ? കർത്താവിനെ അറിയാത്തത് അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ. അതെങ്ങനെ ചെയ്യണത് എന്തിനാ? ദൈവസ്നേഹം ഉണ്ടെങ്കിലാണ് അത് ചെയ്യാൻ പറ്റത്തുള്ളത്. അല്ലെങ്കിൽ അത് ടെക്നിക്കലായിട്ട് നമ്മുടെ കാര്യം കാണാൻ വേണ്ടി ടെക്നിക്കലായിട്ട് പോകും, ആ ബിസിനസ്സായിട്ട് പോകും. ആ ബിസിനസ്സായിട്ട് ചെയ്താലും അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ചിലർ ഇപ്പം ഒത്തിരി പേര് നമ്മൾ കാണുന്നത് എങ്ങനെയെന്ന് അറിയാമോ? നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും പാവത്തങ്ങളും ഉണ്ട്. അവരൊക്കെ ഉടമ്പടിയിൽ അങ്ങനെ ഉറച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഉടമ്പടി വലിയ പ്രയോക്താക്കളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ കൃപാസനം പൂട്ടിയാലും അവർ ഉടമ്പടി ജീവിച്ചുകൊണ്ടിരിക്കും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ദൈവസ്നേഹത്തിൻ്റെ സത്യസന്ധമായ ഒരു സുവിശേഷ പദ്ധതിയാണ് ഇതെന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് അങ്ങനെ ചിലർക്ക് ഇതിലൂടെ ദൈവത്തെ അവരുടെ ജീവിത ആവശ്യത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തെ കണ്ടെത്തിക്കഴിഞ്ഞ് അപ്പോൾ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിൻ്റെ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? അപ്പോൾ അതായത് ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാമല്ല. അതായത് ഇപ്പോൾ നമ്മുടെ കരിസ്മാറ്റിക് കാലഘട്ടങ്ങളിലെ ഉണ്ടായതിനേക്കാളും പ്രസൻസ്, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം നമ്മുടെ കൂടെ ഇന്ന് ഒരു നിരീശ്വരവാദിയായ കുട്ടി, ഇന്നിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യണ സമയം എന്ന് പറഞ്ഞത് തിങ്കളാഴ്ച ആണ്, മറ്റന്നാളത്തെയാണിത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത്. ഇപ്പോൾ ഇന്നൊരു നിരീശ്വരവാദിയ പെൺകുട്ടി, അവളെന്താ നിരീശ്വരവാദിയായത്? അവൾ പറയണ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണവും ഇല്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു, എനിക്ക് സമാധാനമില്ല, പിന്നെ ദൈവത്തെ ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ കൂടെ ദൈവം ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനെന്തിനാണ് വിശ്വസിക്കണത് എന്നുള്ള രീതിയിൽ വെറുപ്പും ദൈവത്തോട് ദൈവം എന്നുള്ള ആശയത്തോട് തന്നെ അവർക്ക് അരിശമാണ്. അങ്ങനെയാണ്. പക്ഷേ അവളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളുടെ അമ്മ ഉടമ്പടി എടുത്തു. അതിനുശേഷം അവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ
പറയാതിരുന്നൊരു രോഗം, അവൾ സമൂഹത്തിൽ അതിൻ്റെ പേരിൽ ആക്ഷേപം എഴുതിയിരുന്ന രോഗം പെട്ടെന്ന് മാറി. അതങ്ങനെയാണ് അമ്മയുടെ ഉടമ്പടി അത് വെച്ചിട്ടുണ്ട്. ഇവളുടെ കാര്യം ഇവളറിയാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് മനസ്സിലപ്പോൾ ഇവൾക്ക് തോന്നി, എന്നാൽ ഞാനും കൂടി ഇപ്പോൾ ഉടമ്പെടുക്കാമെന്ന്. പക്ഷെ ഉടമ്പെടുക്കുമ്പോൾ ഇവൾ തിരികെത്തിക്കുമ്പോൾ ആരോ പുറകിൽ നിൽക്കും. ഇത് പല പ്രാവശ്യമായപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ തിരികെത്തിക്കുമ്പോൾ ഏതോ ഒരു നിഴൽ പുറകെ നിൽക്കുന്ന എനിക്ക് നല്ല ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, അത് മാതാവ് അടിയെന്ന് പറയും. അപ്പോൾ ഇവർക്ക് സുഗന്ധാഭിഷേകം വരും. അതായത് നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞ്, ഞാൻ കൃപാസനത്തിലോട്ട് വരത്തില്ലായിരുന്നു. ഞാൻ വരാത്തതിൻ്റെ കാരണം ഇത് ചില കാര്യങ്ങൾ ലോജിക്കല്ലാത്തത് കൊണ്ടാണെന്ന്. അത് ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. അവർക്കിപ്പോൾ ജീവിതാനുഭവം ഉണ്ടായപ്പോൾ ഇപ്പോൾ അവർ ഡോക്ടറേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ 8 കൊല്ലം കിട്ടാതെ ഡോക്ടറേറ്റ് ഒറ്റ ഉടമ്പടി കൊണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി. പക്ഷേ അതല്ല അവർ പറയണത്, കൃപാസനത്തിലെ ചില കാര്യങ്ങൾ ലോജിക്കല്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം നമ്മൾ ലോജിക്കും കൊണ്ടിരിക്കുന്നവർക്ക് ചില സമയത്ത് അത് അങ്ങനെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യത്തിൽ ഇവിടെ എല്ലാം ഇങ്ങനെ ടാഞ്ചിബിളല്ലേ, നമുക്ക് ദൈവത്തെ തൊടാവുന്ന രീതിയിലാണ് ഉടമ്പടിയുടെ എല്ലാ വർക്കൗട്ടിങ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും എൻ്റെ സഹോദരങ്ങളെ കണക്ക് കൂട്ടി, ഇപ്പം കർത്താവ് തന്നെ ഇതിനിങ്ങനെ ഒരു നിലപാട് തന്നെ ദൈവത്തോട് കണക്ക് പറയുന്ന ആൾക്കാരോട്, അവരാണ് ഈ ഉടമ്പടി ഗതി പിടിക്കാൻ കിടക്കണത്. ആ ഒരു മനോഭാവമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റണം. ലൂക്കാ 6:35 തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായി. എന്ത് പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഇങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന അത്രയും തന്നെ തിരിച്ചു കിട്ടണമെന്നുള്ള രീതിയിലുള്ളൊരു ബിസിനസ് റിലേഷൻ ആണെങ്കിൽ കർത്താവിൻ്റെ മനസ്സിരിപ്പ് വേറെയാണ്. എന്താ കാര്യം, ചില കാര്യത്തിന് നമുക്ക് റീഫണ്ടബിൾ അല്ല, തിരിച്ചതുപോലെ കിട്ടത്തില്ല. അപ്പോഴെന്താ സംഭവം, അത് കിട്ടത്തേയില്ലെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്നാണ്. അപ്പം ചെറിയ പ്രതിഫലമല്ല. നീ ചോദിച്ചത് ചിലപ്പോൾ ഒരു ജപ്തി നടപടി മാറാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിരിക്കും. ചിലപ്പോൾ ദൈവം അതിനേക്കാൾ വരിക നിത്യത വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈശോ. ചില ഉത്തരവ് എന്താണ്, പ്രാർത്ഥന കേട്ടില്ലെന്നല്ല, അത് വിഡ്ഢികളാണ് അങ്ങനെ പറയണം. ഒരു പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. പിന്നെ എന്താ, അത് നിത്യതയിലാണ് റീഫണ്ട്, അതാണ് പ്രതിഫലം വലുതായിരിക്കും എന്ന് പറയണം. ഇതൊക്കെ മനസ്സിലാക്കാതെ ഉടമ്പെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ഒരു അവസരമാണ്. അത് നിങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇനി ഉടമ്പടി അകപ്പഴ നിർത്താമെന്ന് വിചാരിച്ചാൽ നിന്ന് പോയെന്ന് കഷ്ടപ്പെടാം. ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ, റോഡ് മുഴുവൻ പണിയാണ്. കൃപാസനത്തിൽ വരണമെങ്കിൽ 2-3 ബ്ലോക്കൊക്കെ എല്ലാം കഴിഞ്ഞാൽ വരത്തുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ബ്ലോക്കെല്ലാം കുറച്ചിപ്പോൾ മാറും. പക്ഷെ അന്ന് നിങ്ങൾ വന്നിട്ട് ഇന്ന് വന്ന പോലെ അല്ല. ഇന്ന് കഷ്ടപ്പെട്ട് വരുമ്പോൾ കർത്താവ് നിങ്ങളെ കഷ്ടപ്പാട് മനസ്സിലാക്കും. നാളെ നിങ്ങൾ ഈസി ആകുമ്പോൾ വരാതിരിക്കുകയും അപ്പോൾ അനുഗ്രഹം ഈസി ആയിരിക്കത്തില്ല ചിലപ്പോൾ. അതുകൊണ്ട് ബുദ്ധി വേണം ഇതിനൊക്കെ ഒരു ശരിക്കും. അപ്പോൾ നല്ല ഒരു സമയത്ത് കർത്താവിനെ ഞങ്ങളത് നിങ്ങളോട് പറയണതേ, ഇത് ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ പകുതിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ, അത്രേ പറയാൻ പറ്റണുള്ളൂ. അപ്പം അത് നിങ്ങൾ ഓരോരുത്തരും ഇതേ ദൈവാനുഭവത്തിലേക്ക് വരണം, അനുഗ്രഹത്തെക്കാൾ ഉപരി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തെ ഓർത്ത് ഞാൻ കോടാനുകൂടി നന്ദിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് മാർട്ടിൻ തോമസ്. ഞാൻ വയനാട്ടിൽ നിന്ന് വിമലഹൃദയപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 13/5/25 ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ഉടമ്പടി ഞാൻ കഴിഞ്ഞ 21/3/26 പുതുക്കി. ഈ പുതുക്കിയപ്പോൾ എൻ്റെ അളിയനാണ് ജോസഫ്, മാരകമായ രോഗമുണ്ടായിരുന്നു, അതുകൂടി നിയോഗത്തിൽ വെച്ചിരുന്നു. ആ രോഗത്തെക്കുറിച്ച് ആ രോഗത്തിൽ നിന്നും അത്ഭുതകരമായ സൗഖ്യം കിട്ടിയതിനെക്കുറിച്ച് അളിയൻ ജോസഫ് ബാംഗ്ലൂരാണ് താമസിക്കുന്നത്.
അത്ഭുത രോഗശാന്തിയെക്കുറിച്ച് ജോസഫ് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ പരിശുദ്ധി അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ മണ്ണിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ അമ്മയെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും അമ്മയുടെ മകനും കോടാകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ് ടി ഡി. ഞാൻ കർമ്മൽറാം മൗണ്ട് കാർമൽ ഫൊറോന ചർച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യയുടെ ഇളയ സഹോദരനാണ് മാർട്ടിൻ തോമസ്. ഈ വർഷം ഏപ്രിൽ 16 എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡെങ്കുവും ടൈഫോയിഡും ഒന്നിച്ച് വന്നിരിക്കുന്നുവെന്ന് പോസിറ്റീവാണെന്ന് ടെസ്റ്റ് റിപ്പോർട്ട് വന്നു. അപ്പോൾ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്ക് ആദ്യം ഡെങ്കുവിന് ചികിത്സിക്കാം, അത് സുഖമായിട്ട് പിന്നെ ടൈഫോയിഡിന് ചികിത്സിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഡെങ്കുവിന് വേണ്ടി എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ ടെസ്റ്റിൽ എൻ്റെ ഹീമോഗ്ലോബിൻ 8 ആയിരുന്നു. രണ്ടാമത് ചെയ്തപ്പോൾ അത് 7.5 മൂന്നാമത് ചെയ്തപ്പോൾ അത് 7 നാലാമത് ചെയ്തപ്പോൾ അത് 6.8 അപ്പോൾ ഡെങ്കു നെഗറ്റീവായി. അത് കഴിഞ്ഞ് ടൈഫോയിഡും നെഗറ്റീവായി. അപ്പോൾ എന്നോട് പറഞ്ഞില്ല, എൻ്റെ ഫാമിലി ഡോക്ടർ എൻ്റെ മോനോട് പറഞ്ഞു, ഡാഡിയുടെ ബ്ലഡിൽ ബാഡ് സെൽസ് 65% അതുകൊണ്ട് നമുക്കിതിന് വിശദമായ ഒരു പരിശോധന നടത്തിയെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു പ്രൊഫസറെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്ന് അഡ്മിറ്റായി. അവർ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ എനിക്ക് AML എന്ന് പറയുന്ന അസുഖമാണ്, അതായത് ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു വകുപ്പാണ്. ഇത് സ്റ്റേജ് കണക്കിനല്ല, ഇതിന് 3 ടൈപ്പാണിതുള്ളത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ടൈപ്പ് 2 ചികിത്സിച്ച് താമസമാകും, പക്ഷെങ്കിൽ സുഖമാകും. പക്ഷേ ടൈപ്പ് 3 ആണെങ്കിൽ യാതൊരു ചികിത്സയും ഇതിന് ഫലിക്കത്തില്ല. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, എനിക്ക് മരുന്ന് തരാൻ തുടങ്ങാൻ പറഞ്ഞു. ഒരു 7 സൈക്കിൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു സൈക്കിളിൽ 7 ഇഞ്ചക്ഷനും 28 ഗുളികയുമാണ്. അപ്പോൾ ആദ്യത്തെ മാസത്തെ അത് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് തിങ്കളാഴ്ച ദിവസം രാവിലെ എൻ്റെ ചേട്ടൻ്റെ മകൻ ബാംഗ്ലൂരിലുണ്ട്. അവൻ്റെ ഒരു കൂട്ടുകാരനാണ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിയുടെ ഹെഡ്. അദ്ദേഹം ഇവർ രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വന്നു. അദ്ദേഹം എൻ്റെ ഫയൽ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ബ്ലഡ് ക്യാൻസറാണ്, ഇതിന് ചികിത്സയൊന്നുമില്ല, അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ഈ ധ്യാനഗുരുക്കന്മാർ കൊണ്ടുപോകുന്ന പോലെ പുള്ളിയുടെ കയ്യിലൊരു കുരിശുണ്ട്, അത് വെച്ചെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് നല്ല മരണത്തിന് വേണ്ടി. അങ്ങനെ എന്നിട്ട് പോകാൻ നേരം പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതായിട്ട് അവരോട് പറയണ്ട, അവർ തന്നെ വന്ന് നിങ്ങൾക്ക് എല്ലാം വിശദീകരിച്ച് തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഡോക്ടർ വന്ന് പറഞ്ഞത്, നമുക്ക് ഇന്ന് തന്നെ ചികിത്സ തുടങ്ങാം. 7 ഇഞ്ചക്ഷനും 28 ഗുളികകളും. അങ്ങനെ അപ്പോൾ ഇതാണ് സ്ഥിതി എന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ വികാരിയച്ഛനെ വിളിച്ചു. എൻ്റെ ആദ്യത്തെ വികാരിയച്ഛൻ, ഞങ്ങളുടെ ബാംഗ്ലൂരിലെ പള്ളി പണിയിച്ച് തന്ന ഒരു അച്ഛനുണ്ട്. അദ്ദേഹം ഇപ്പോൾ റിട്ടയറായിട്ട് ഇവിടെ പാലായിലാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇതാണ് എൻ്റെ സ്ഥിതി, ഞാൻ സെൻറ്റ് ജോൺസിൽ അഡ്മിറ്റാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ അച്ഛൻ വന്ന് എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തണം. അച്ഛനായിരിക്കണം വീട്ടിലും പള്ളിയിലും സെമിത്തേരിയിലും എൻ്റെ മുഖ്യ കാർമ്മികനായിട്ട് എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തണം. അപ്പോൾ എടുത്ത വായിൽ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ അതിന് നീ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞല്ലേ മരിക്കത്തുള്ളൂ, എന്നാലും ഞാൻ വന്നെല്ലാം ചെയ്തോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഈ അളിയനെ വിളിച്ചു. അപ്പോൾ അളിയൻ പറഞ്ഞു, നിങ്ങൾക്ക് കയറ്റുന്ന മരുന്നിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു. പുള്ളി ഈ രോഗത്തെക്കുറിച്ച് ഭയങ്കര റിസർച്ചൊക്കെ നടത്തിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് വളരെ മാരകമായിട്ടുള്ളൊരു അസുഖമാണ്. അപ്പോൾ എന്നാ ഡിസ്ചാർജ് ആകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകിട്ട് തന്നെ അളിയൻ ബാംഗ്ലൂരിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് വെള്ളിയാഴ്ച തന്നെ കൃപാസനത്തിലേക്ക് പോകാം, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്, കൂട്ടിക്കൊണ്ടു പോകാൻ. അപ്പോൾ എൻ്റെ മോനോട് പറഞ്ഞു, ഡാഡി ഈ മാസം ഒരുപാട് അവധി എടുത്തതല്ലേ, ഈ വെള്ളിയാഴ്ച ഇനി അവധി എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അളിയനോട് പറഞ്ഞു, അളിയ. അപ്പോൾ അളിയൻ വന്നപ്പോൾ തന്നെ, എന്നെ കാണാൻ വന്നപ്പോൾ തന്നെ കൃപാസനത്തിൽ നിന്നുള്ള
വെഞ്ചരിച്ച തൈലം കൊണ്ടുവന്നിരുന്നു. അതെൻ്റെ നെറ്റിയിൽ പുരട്ടി ഒരു തുള്ളി കുടിക്കാൻ തന്നു. തേൻ വായിലൊഴിച്ച് തന്നു. അങ്ങനെ അന്ന് മുതൽ ഭക്ഷണത്തിന് മുമ്പ് ഉപ്പ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അളിയനോട് പറഞ്ഞു ഈ ആഴ്ച പറ്റത്തില്ല, അപ്പോൾ അളിയൻ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പിറ്റത്തെ വെള്ളിയാഴ്ച, അതായത് 10-ാം തീയതി, ഈ മാസം 10-ാം തീയതി വരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു. അപ്പം മോൻ വന്ന് പറഞ്ഞു, ഡാഡി അടുത്ത വെള്ളിയാഴ്ച പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ അളിയനെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയ അവൻ പറയുന്ന ഈ ആഴ്ചയിലും പറ്റത്തില്ല, നമുക്ക് മെയ് മാസത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അളിയൻ പറഞ്ഞു, നിങ്ങൾക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല, ഞാൻ അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ മോനുമായിട്ടിരുന്നൊരു 4 മിനിറ്റ് സംസാരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ മോൻ താഴെ വന്നിട്ട് പറഞ്ഞു, ഡാഡി നമുക്ക് അടുത്ത വെള്ളിയാഴ്ച തന്നെ പോകാം. ഞങ്ങൾ 10-ാം തീയതി ഞങ്ങളിവിടെ വന്നു. 10-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. ഈ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കോമ്പൗണ്ടിലേക്ക് തന്നെ കയറിയത്. അത് തന്നെ ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നു, ദിവ്യബലിയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു. ഉടമ്പടി കഴിഞ്ഞ് ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ അച്ഛനെ കാണാനുള്ള സൗകര്യമില്ല. പക്ഷേങ്കിൽ എനിക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നു, അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, നെറ്റിയിൽ തൈലം പൂശി ഒരു കാശ് രൂപം തന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ഞങ്ങളിവിടെ തന്നെയായിരുന്നു. വൈകിട്ട് മുറിയിലേക്ക് ഞങ്ങൾ മേളത്തെ മുറിയിലാണ് താമസിക്കുന്നത്. എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരു കണക്കിന് കയറി. പക്ഷെ ഞായറാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ സകല അസുഖങ്ങളും മാറി, ഞാൻ ഫുൾ ഫ്രഷായി എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ അർത്തുങ്കൽ പള്ളിയിൽ പോയി രാവിലത്തെ ബലി സംബന്ധിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി. അപ്പോൾ തിങ്കളാഴ്ച അഡ്മിറ്റാകാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ സെൻറ്റ് ജോൺസിൽ ചെന്ന് അഡ്മിറ്റായപ്പം 3 സൈക്കിൾ കഴിഞ്ഞിട്ട് ബോൺമാരോ ചെയ്യാമെന്നുള്ളതെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഞാൻ അഡ്മിറ്റായ ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു ബോൺമാരോ എടുത്ത് നോക്കാം, എന്നിട്ട് നമ്മൾ മുമ്പോട്ടുള്ള ചികിത്സയെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ബോൺമാരോ എടുത്തു. ചൊവ്വാഴ്ചയായി, ബുധനാഴ്ചയായി, ഇവരൊന്നും എന്നോട് പറയുന്നില്ല. ബുധനാഴ്ച എൻ്റെ റെസിഡൻറ്റ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, റിപ്പോർട്ടൊക്കെ വന്നു, പക്ഷേ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ പ്രൊഫസർ, നിങ്ങൾ കാണുന്ന പ്രൊഫസറില്ലേ, പുള്ളി വന്നിട്ട് നിങ്ങളോട് വ്യാഴാഴ്ച 3 മണിക്ക് റിപ്പോർട്ട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യാഴാഴ്ച 3 മണിക്ക് ഡോക്ടർ ചൈതന്യ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല. ഒരു സൈക്കിളിന് ശേഷം ലോകത്തിൽ ഒരു രോഗിക്കും ഇങ്ങനെ ഒരു ബ്ലഡിൽ വ്യത്യാസം വരത്തില്ല. പക്ഷെ നിങ്ങളുടെ ബ്ലഡിൽ 1% ബാഡ് സെൽസാണ്. 65% ബാഡ് സെൽസ് ഉണ്ടായിരുന്ന എൻ്റെ ബ്ലഡിൽ ഒരു ബാഡ് സെൽസും ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ വെള്ളിയാഴ്ച കൃപാസനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു മിറാക്കിളാണ്, ദൈവത്തിനല്ലാതെ ആർക്കും ഇത് സുഖപ്പെടുത്താൻ പറ്റത്തില്ല, ഇത് ദൈവം നിങ്ങളോട് ചെയ്ത ഒരു വലിയ അനുഗ്രഹമാണ്. ഡോക്ടർ അത് പുള്ളി അപ്പം തന്നെ പറഞ്ഞു, എനിക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല. ഒരു 3-4 സൈക്കിൾ കഴിഞ്ഞിട്ട് ഈ ബ്ലഡിലെ ബാഡ് സെൽസിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരത്തുള്ളൂ. പക്ഷേ ഇത് ഒരു സൈക്കിൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബാഡ് സെല്ലും ഇല്ലാതെ എൻ്റെ അമ്മയും തിരുക്കുമാരനും കൂടി എനിക്ക് സൗഖ്യം നൽകി. അപ്പോൾ അടുത്ത സ്റ്റേജുകളെക്കുറിച്ചൊന്നും ഡോക്ടർ പറഞ്ഞില്ല, കാരണം അദ്ദേഹം UK പോയിരിക്കുകയാണ്, ഇനി 30-ാം തീയതി വരത്തുള്ളൂ. പക്ഷേ അല്ല, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ മരുന്നെടുക്കുമ്പം തന്നെ ഡോക്ടർ പറഞ്ഞ് 7 സൈഡ് എഫക്റ്റുകളോളം വരും, അത് വരും. പക്ഷേ എനിക്ക് ഒരു സൈഡ് എഫക്റ്റും വന്നില്ല, കാരണം ഞാൻ കൃപാസനത്തിലെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്നു, തൈലം ഉപയോഗിച്ചുകൊണ്ടിരുന്നു, തേൻ കുടിച്ചുകൊണ്ടിരുന്നു, ഉപ്പ് കുടിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടായില്ല. ഡോക്ടർമാർക്ക് തന്നെ അതിശയമാണ്, ഇതെന്താ ഈ മനുഷ്യന് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല എന്ന്. അങ്ങനെ ദൈവവും തിരുക്കുമാരനും കൂടി തന്ന ഈ സൗഖ്യത്തിന് ഞാനൊരു 1000 കോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഈ 4 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറേ
കൃപാസനം പേപ്പർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ അളിയനാണ് ബാംഗ്ലൂരിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. കാരണം എനിക്ക് ഞാൻ അഡ്മിറ്റല്ലേ. അപ്പോൾ ഇനി ഞാൻ തീരുമാനിച്ചു, ഈ ഉടമ്പടിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ച് ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണം. അപ്പോൾ എന്നെ ആദ്യം കണ്ട് ബ്ലഡ് ക്യാൻസറാന്ന് പറഞ്ഞ ഡോക്ടർ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പുള്ളി അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിനും മെസ്സേജ് അയച്ചു, ഇതൊരു മിറാക്കിളാണ്, അല്ലെങ്കിൽ ഈ അസുഖം ഒരിക്കലും മാറേണ്ട അസുഖമല്ല. അങ്ങനെ അമ്മ എന്നെ വളരെയധികം സഹായിച്ചു. ഞാൻ കാരുണ്യപ്രവൃത്തികൾ എന്നും ചെയ്യുന്നുണ്ട്. എന്നോട് ആര് സഹായം ചോദിച്ചാലും ഞാൻ സഹായിക്കും. ഇപ്പോൾ ഞങ്ങൾ അവിടെ ഒരു 300 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടത്തേക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാനുള്ള പൈസ കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞത്, നിനക്ക് എത്ര ശമ്പളം, എത്ര ഇതൊന്നും എനിക്കറിയണ്ട, പക്ഷേ എല്ലാ വർഷവും നീ കണക്ക് കൂട്ടി ദശാംശം എന്നെ ഏൽപ്പിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അവൻ എല്ലാ വർഷവും കണക്ക് കൂട്ടി പറയും, ഡാഡി ഇത്ര രൂപയുണ്ട് ദശാംശം. അപ്പം ഞാനും എൻ്റെ ഭാര്യയും അവനും കൂടി ഇരുന്ന് തീരുമാനിക്കുക എങ്ങോട്ടൊക്കെയാണ് ഈ കാശ് കൊടുക്കേണ്ടത്. അത് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആര് സഹായത്തിന് വന്നാലും ഞാൻ സഹായിക്കും. അത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ ജീവിതത്തിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത ഒരു സാധനമേ ഉള്ളൂ, അതാണ് പൈസ. എനിക്ക് പൈസ ചിലവാക്കാനുള്ള സാധ്യത ആർക്ക് വേണ്ടിയും, എൻ്റെ കയ്യിലുള്ള പൈസ ആർക്ക് വേണ്ടിയും ചിലവാക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല. എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ല. ഇതാണ് എൻ്റെ സാക്ഷ്യം. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ ഞങ്ങൾ എനിക്ക് വന്നതിന് ശേഷം എനിക്കുണ്ടായ രോഗശാന്തിയെക്കുറിച്ച് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ വലത് കൈയുടെ വിരലുകളെല്ലാം മരവിച്ച അവസ്ഥയിലായിരുന്നു. എനിക്കൊരു ഫ്ലാസ്ക് തുറക്കാനോ, എനിക്ക് പശുവുണ്ട്, പശുവിനെ കറക്കാനോ പറ്റാത്ത അവസ്ഥയായി മാറി. അപ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി എടുത്ത കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ തൈലം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 30 ദിവസം കൊണ്ട് അമ്മേ നീ ഇത് മാറ്റി തരണമേ, ഞാൻ അമ്മയ്ക്ക് സാക്ഷ്യം പറയുന്നതായിരിക്കും. കാരണം എനിക്ക് പശുവിനെ കറക്കാൻ പറ്റാത്ത അവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയായിരുന്നു. അതുപോലെ ഒരു ഫ്ലാസ്ക് തുറക്കാൻ പറ്റാത്തതും. അങ്ങനെ പ്രാർത്ഥിച്ച് 30 ദിവസത്തിനുള്ളിൽ 26ാമത്തെ ദിവസം തന്നെ എൻ്റെ കൈയുടെ മരവിപ്പ് വിട്ടുമാറി. ഇപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളമായി അത് മാറി. എനിക്ക് പശുവിനെ കറക്കാനോ പുല്ലുവെട്ടാനോ അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, ആയുർവേദത്തിൽ ഇതിനെ സ്തംഭം എന്ന് പറയുന്ന ഒരു തരം വാതരോഗമാണ്, അത് മാറ്റിത്തന്നു. പിന്നെ അനേകം വർഷങ്ങളായിട്ടുള്ള മലബന്ധത്തിൽ നിന്നും മാതാവ് എന്നെ അതിൽ നിന്നും വിടുവിച്ചു. വളരെ നാളുകളായിട്ട് ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു ഭൂമിയുടെ തരം മാറ്റൽ അത്ഭുതകരമായ വിധം മാതാവ് ഇടപെട്ട് ഒരു ദിവസം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, ഭൂമി തരം മാറ്റാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മാതാവ് അതിൽ ഇടപെടുന്നു, അത് നടത്തി തരുന്നു. അങ്ങനെ ആ ഭൂമി തരം മാറ്റൽ കാര്യം അങ്ങനെ നടന്നു കിട്ടി. അങ്ങനെ നിരവധിയായ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ മാതാവ് ഈ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ എനിക്ക് ലഭിക്കാനിടയായി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിൽ ഞാൻ 11 ഭാഷയിൽ മാതാവിൻ്റെ പത്രം, കൃപാസനം പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഇന്ത്യൻ ഭാഷകളിലും 4 ഫോറിൻ ഭാഷകളിലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, 150ഓളം പേർ രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഉച്ചഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന ശുശ്രൂഷയിൽ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ട് അത് പ്രവർത്തിക്കുന്നു. അതുകൂടാതെ ഞങ്ങൾ അർഹിക്കുന്ന ദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തി 1 മാസത്തേക്ക് ആവശ്യമുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങിച്ച് അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ആശുപത്രിയിൽ രോഗികളെ കണ്ട് അവർക്ക് മരുന്ന് മേടിക്കാൻ കാശില്ലാത്തവരാണെങ്കിൽ അത് ഞങ്ങളുടെ കൂട്ടായ്മയിൽ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എടുക്കും, അല്ലാത്തത് കൂട്ടായ്മയിൽ പറഞ്ഞ് അവരിൽ നിന്ന് സംഘടിപ്പിച്ച് അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു. അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ച് ഞങ്ങൾ കൂട്ടായ്മയായിട്ട് സന്ദർശിച്ച് അവർക്ക് അവിടെ കഴുകി കൊടുക്കുന്നു, നഖം വെട്ടി കൊടുക്കുന്നു, മുടിവെട്ട്, ബാത്റൂം കഴുകി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെട്ടിരുന്നു. ഇവിടെ അളിയൻ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് പോയിട്ടുള്ളൂ, 11-ാം തീയതി ഇവിടുന്ന് പോയുള്ളൂ. അളിയൻ പിറ്റേ ദിവസം അഡ്മിറ്റായി. അപ്പോൾ അതിന് ചുറ്റും ബാംഗ്ലൂർ 5-6 ഭാഷ സംസാരിക്കുന്ന ആളുകളുള്ള സ്ഥലമാണ്. ഞങ്ങളിവിടുന്ന് 6 ഭാഷയിലുള്ള കൃപാസനം പത്രം കൊണ്ടുപോയിരുന്നു. അളിയനകത്തവിടെ കിടക്കുന്നു. ഞാൻ പുറത്ത് നടന്ന് വിവിധ ഭാഷകളിൽ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് പത്രം കൊടുക്കുന്ന അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാ മാസത്തിൽ 3-4 പ്രാവശ്യം വയനാട് ഉന്നതിയിൽ നിന്നും അക്രൈസ്തവരുടെ ഇടയിൽ പ്രവർത്തിച്ച്
30-40 പേരോളത്തോളം കുറയാതെ എല്ലാ മാസവും അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ കൂടെ കുറേ ഉടമ്പടി പുതുക്കാനുള്ളവർ വരാറുണ്ട്. പക്ഷേ അവർ പലരും പറയുന്നത് ഞങ്ങൾ 2 വർഷം 3 വർഷമൊക്കെയായി, പക്ഷേ ഞങ്ങളുടെ നിയോഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ മാതാവ് ആഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർ ചെയ്യാൻ അവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഈ ഉടമ്പടി എടുത്തവരെ ആഴപ്പെടുത്താനായിട്ട് മാതാവ് ഞങ്ങളെ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് വലിയ വലിയ അനുഭവങ്ങളുണ്ടായി. അവരൊക്കെ പലരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം സോറിയാസിസ് മാറിയ ഒരു ആദിവാസി ഉന്നതിൽ നിന്നും പ്രേമ എന്ന് പറഞ്ഞ സഹോദരി 8 ദിവസത്തിനുള്ളിൽ അവരുടെ സോറിയാസിസ് മാറിയതായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയായിരുന്നു. അതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇവിടെ വന്നിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കാനായിട്ട് മാതാവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ പരിശുദ്ധ അമ്മയുടെ മുഖത്ത് സമർപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 52-53 തിരുവചനങ്ങൾ. ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞ ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബവും മുഴുവനും വിശ്വസിച്ചു. മാർട്ടിൻ, ജോസഫ് എന്നീ 2 അളിയന്മാരാണ് അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായി വന്നിരിക്കുന്നത്. നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത് പോലെ സഹോദരങ്ങൾ ഒന്നിച്ച് വസിക്കുന്നത് എത്ര സുന്ദരം. അതിനെ ഉപമിക്കുന്നത് അഹറോൻ്റെ താടിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന, അങ്കിയിലേക്ക് വീഴുന്ന സുഗന്ധ തൈലം പോലെയാണെന്ന് ആ ഉപമ നൽകുന്നുണ്ട്. ഇവിടെ സഹോദരങ്ങൾ പരസ്പരം മത്സരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയാണ് നാം കാണുന്നത്. അളിയനായ ജോസഫിന് വേണ്ടി മാർട്ടിൻ ഉടമ്പടി എടുക്കുകയും അതേ തുടർന്ന് ജോസഫ് തന്നെ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഉടൻ പരിഹാരം എന്ന വലിയ ബ്ലഡ് ക്യാൻസർ സൗഖ്യപ്പെട്ടതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാം ഉടമ്പടി അല്ലെങ്കിൽ നിയോഗങ്ങൾ ലാഗ് ചെയ്യുന്നതെന്ന്. അതിനൊക്കെയുള്ളൊരു ഉത്തരമാണ് ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമ്മോട് ഇവരേറ്റു പറയുന്നത്. ഈശോ പറയുന്നു, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്ന ഒരു ജീവിതക്രമത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്, ഒരു മേഖലയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്, നാം ഇന്ന് നിൽക്കുന്നത്. കാരണം ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അത്രമാത്രം ഉണ്ടെന്ന് മാർട്ടിൻ എന്ന സഹോദരൻ ഇവിടെ ഏറ്റുപറയുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് സാർ പറയുന്നത്, ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ചിട്ടുണ്ട്, അവരുടെ കൃത്യമായ 1 വർഷത്തെ ശമ്പളത്തിൻ്റെ ദശാംശം നീ ദൈവത്തിന് കൊടുത്തിരിക്കണം. ഈശോ പറയുന്നത് പോലെ ദൈവത്തിനുള്ളത് ദൈവത്തിനും സർക്കാരിനുള്ളത് സർക്കാരിനും കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മകനെ പഠിപ്പിച്ചതിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ അദ്ദേഹം കൃത്യമായി തൻ്റെ ജീവിത രീതികളെ, ആ ക്രിസ്തീയ ജീവിതത്തെ ക്രമപ്പെടുത്തിയതിൻ്റെയും ഈശോയോടുള്ള സ്നേഹം ആഴപ്പെടുത്തിയതിൻ്റെയും ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി ഡിപ്പോസിറ്റഡ് ആയതുകൊണ്ട് ഈശോയ്ക്ക് ഇവർക്ക് അനുഗ്രഹം നൽകാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ട് ദൈവം ചിലർക്ക് പെട്ടെന്ന് അനുഗ്രഹം നൽകുന്നു, ചിലത് ലാഗാകുന്നു എന്ന് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എത്ര തന്നെ വലിയ അസുഖങ്ങളായിരുന്നാലും, ബഹുമാനപ്പെട്ട ജോസഫ് സാറിനെ ഉണ്ടായത് ടൈഫോയിഡ് ടൈപ്പ് 3 ആയിരുന്നു. അതിൽ നിന്ന് ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ള ഡയഗ്നോസ് വന്നപ്പോഴും അതൊന്നും പതറാതെ ഒട്ടും തന്നെ എൻ്റെ ജീവിതം എല്ലാവരും അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ഒരു നല്ല മരണത്തിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് വെറും 4 ദിവസത്തെ ഗ്യാപ്പിൽ അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങളെല്ലാം ജീവൻ മരണ പോരാട്ടത്തിലുള്ള വലിയ സാക്ഷ്യങ്ങളാണ് ഇവിടെ വന്ന് പറയുന്നത്. ഒരു സഹോദരൻ്റെ കാല് കൂട്ടിക്കെട്ടിയ ഒരു സാക്ഷ്യം നാം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. അതുപോലെ കണ്ണ് പഞ്ഞി വെച്ചടച്ചു മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത സാക്ഷ്യങ്ങൾ നാം ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. മാർട്ടിനും ജോസഫിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ സാക്ഷ്യമായിട്ട് അമ്മ മാതാവിനും തിരുകുമാരനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ ജോസഫ് സുരേഷ്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്.
ഞാൻ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുമായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് ഞാൻ 2 തവണ എക്സാം എഴുതി, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എളുപ്പം കിട്ടും, അത്ര വലിയ പഠിക്കണ്ട എന്നുള്ള ലാഘവത്തോടു കൂടി തന്നെയാണ് ഞാൻ ആദ്യത്തെ തവണ എക്സാം എഴുതിയിരുന്നത്. പക്ഷെ 2 തവണ കിട്ടാതായപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഡിഗ്രി ഫസ്റ്റ് ഇയറായി, അവർ സെക്കൻഡ് ഇയറിലോട്ട് പോകുന്നു, അവർ കോളേജിൽ നടക്കുന്ന ഫെസ്റ്റിവൽ, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ മാത്രം വീട്ടിൽ ഇരിക്കുകയാണ്. എനിക്കിതൊക്കെ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടി എടുത്തിരുന്ന ആളായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ 1-2 തവണ ഇവിടെ വന്നിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഇവിടെ വരാനാണെങ്കിലും. ഇങ്ങനെ ഉടമ്പടി എടുത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു. അമ്മേനോട് പറയുമെങ്കിൽ കൂടി ഞാൻ പറയുമായിരുന്നു, എല്ലായിടത്തും മാതാവില്ലേ, പിന്നെ ഇവിടെ മാത്രം എന്ത് ഇത്ര പ്രത്യേകത, അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഞാനിത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും സർക്കുലേറ്റ് ചെയ്യുമായിരുന്നു. ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ ഞാൻ അവരോടും പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ തവണ എക്സാം ഡേറ്റ് അമ്മയാണ് എടുത്തിരുന്നത്. അപ്പോൾ അമ്മേനോട് പറഞ്ഞു, നീ ഒന്ന് എടുത്ത് നോക്ക് എന്ന് അത്രയും സോഫ്റ്റായിട്ട് എന്നോട് അമ്മ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, എന്തായാലും പറഞ്ഞല്ലേ, വെറുതെ എടുത്തേക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ എടുത്തതും ഇവിടെ വന്നതും ഒക്കെ. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കാര്യങ്ങളൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഡേറ്റ് കിട്ടി. ബാംഗ്ലൂരായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. ഡേറ്റ് കിട്ടി, ഞാൻ എക്സാം എഴുതി. ഇപ്പം ഞാൻ തിങ്കളാഴ്ച എക്സാം എഴുതിയെങ്കിൽ ബുധനാഴ്ച എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞിട്ട്. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നോർമലി നമുക്ക് ഒരാഴ്ചയൊക്കെ സമയം എടുക്കും ബാംഗ്ലൂരൊക്കെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ പെട്ടെന്ന് വന്നു. അങ്ങനെ എനിക്ക് അവിടുന്ന് 2 മൊഡ്യൂൾ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി അങ്ങനെ പുതുക്കാനൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ മാർച്ച് 10, 2024 ആദ്യം ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ലായിരുന്നു ആ വർഷം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എക്സാം എടുത്തു, എനിക്ക് കിട്ടിയൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞ് പിന്നെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ 2025 ഞാൻ ഉടമ്പടി പുതുക്കി. അതിനു മുന്നേ കടന്നുപോയ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ഞാൻ. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛയൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് അനിയനും ആ സമയത്ത് +2 പഠിക്കുന്ന സമയമാണ്. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ അത്രയും മാനസിക ബുദ്ധിമുട്ടിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും? കാരണം എല്ലാവരും അറിഞ്ഞു ഞാൻ ഇതാ പഠിക്കുന്നതെന്ന്. അപ്പോൾ എനിക്കിത് ഡ്രോപ്പ് ചെയ്തിട്ട് വേറൊരു കോഴ്സ് എടുക്കാനൊന്നും പറ്റില്ല. ബന്ധുക്കളുടെ ഇടയിൽ നിന്നാണെങ്കിലും ഇവിടെ നിനക്ക് നാട്ടിൽ നഴ്സിംഗ് പഠിച്ചാൽ പോരെ, ജർമ്മനിയിൽ തന്നെ പോയി പഠിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം, അങ്ങനെയൊക്കെയായി. പിന്നെ ആദ്യം അവർ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അവർ പിന്നീട് സംസാരിക്കുന്നതൊക്കെ അത്ര എന്നെ കുറ്റപ്പെടുത്തിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ എക്സാം ക്ലിയറായി. എക്സാംസ് എല്ലാമേ തന്നെ എൻ്റെ ക്ലിയറായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഏജൻസി, എൻ്റെ മനസ്സിലൊരു ഏജൻസി ഉണ്ടായിരുന്നു, ഇന്നൊരു ഏജൻസിയിൽ എനിക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മെഴുകുതിരിയിൽ തിരുഹൃദയത്തിൻ്റെ രൂപം കാണാനിടയായി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം തന്നെ മാതാവ് എനിക്ക് ചെയ്തു തരും. അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡ് എന്നും കൂടുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഏജൻസിയിൽ കൊണ്ട് എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത് ഞാൻ വന്ന് ഉടമ്പടി, അത് കഴിഞ്ഞ് 3ാമത് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് എനിക്ക് നവംബറിൽ ഇൻ്റർവ്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഇൻ്റർവ്യൂ ഫെയിലായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 2ാമത്തെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കാശിരൂപവും ഉപ്പും തൈലവും തേച്ച് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ തൈലം തേച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അങ്ങനെയാണ് എനിക്കത് 2ഉം കിട്ടിയത്. കാരണം അത്ര ടഫ് ഇൻ്റർവ്യൂ ആയിരുന്നു. ജർമ്മനിയിൽ ടോപ്പ് 10 സ്കൂളിലേക്കാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നതും. അപ്പം അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് നവംബറിൽ ഇൻ്റർവ്യൂ കിട്ടി. ജാനുവരിയിൽ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. വിസ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വിസ സബ്മിറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ വിസ വരാൻ കുറച്ച് ഡിലേ ആയി. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും വിസ വന്നു, പക്ഷേ എനിക്ക് മാത്രം വിസ വന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ദൈവമേ എന്ത് ചെയ്യും.
പിന്നെ ഞങ്ങളുടെ ലാംഗ്വേജ് എക്സ്പയറി ആയിട്ടുണ്ടായിരുന്നു, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരുമോ, വിസ റിജക്റ്റ് ആവുമോ, അതിന് മുന്നേ കൊടുത്തിരുന്ന കുറച്ച് പേർക്ക് റിജക്റ്റ് ആയി എന്ന് വന്നിട്ടുണ്ടായിരുന്നു. ദൈവമേ എന്ത് ചെയ്യും, ഇത്രയും വരെ വന്നിട്ട് ഞാനിനി എങ്ങനെ എന്ത് പഠിക്കും, എങ്ങനെ ഞാൻ ബാക്കിലോട്ട് പോകും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഏപ്രിൽ 1 എൻ്റെ വിസ വന്നു. അന്ന് തന്നെ ഞാൻ ടിക്കറ്റും എടുത്തു. ഈ മെയ് 2 ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഇപ്പം പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നു ഈ ജേണി, പക്ഷേ ഈ ജേണി ഒട്ടും ഈസി അല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എനിക്ക് ജർമ്മനിക്ക് പോകാൻ വിസ കിട്ടി എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതല്ല. ഈ ഉടമ്പടിയിൽ ദൈവം എങ്ങനെ എന്നെ നടത്തി, അമ്മ മാതാവ് എങ്ങനെ എൻ്റെ ജീവനും തിരിച്ചു തന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ആൾത്താരെ കയറി നിൽക്കുന്നത്. എനിക്ക് വിസ വരുമ്പം എനിക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും ഗോൾഡൻ 7 എന്ന് പറയും. അപ്പം എൻ്റെ വിസയും 7 ഇങ്ങനെ അടിച്ചു വരുമായിരുന്നേ നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വാശിയൊന്നും പിടിച്ചില്ല, ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എൻ്റെ വിസ ഞാൻ ഇവിടെ വന്നിട്ടാണ് തുറന്നു നോക്കുന്നത്. എൻ്റെ വിസയായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നയാൾ. അപ്പം തന്നെ എനിക്ക് ഏജൻസിയിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു, വിസ വന്നാൽ അപ്പം തന്നെ പറയണമെന്ന്. എൻ്റെ വീട് എരുമേലിയിലാണ്. എരുമേലിയിൽ നിന്ന് ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് കാറിന് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ വിസ പൊട്ടിച്ച് തുറന്ന് കാണുന്നത്. എൻ്റെ വിസ 7 അടിച്ചിട്ടുണ്ടായിരുന്നത്. സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും ഇപ്പോഴും എനിക്കിവിടെ കയറി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയേറെ ഞാൻ ഈ 2-3 വർഷം വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷവതിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് കാരണം ഈ ഉടമ്പടി മാത്രമാണ്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവനും ജീവിതമാണ് എനിക്ക് ഉടമ്പടി തിരിച്ചു തന്നത്. ഉടമ്പടി പുതുക്കാതെ ഞാൻ ഇച്ചിരി ഉഴപ്പിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടമ്പടി പുതുക്കാതെ ഇരുന്നിട്ടേ ഇല്ല. ഡേറ്റ് എന്നാണോ എൻ്റെ തീരുന്നത് അന്ന് വന്ന് ഞാൻ പിറ്റേ ദിവസം തന്നെ ഉടമ്പടി വന്ന് പുതുക്കും. പിന്നെ എൻ്റെ 2 നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അമ്മമാരുടെ. അവർ കുറേ പേരൊക്കെ പാരലൈസ്ഡ് ആണ്. മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും പാരലൈസ്ഡ് ആണ്. അപ്പം ഞാൻ രാവിലെ അവിടെ പോവും. അവിടെ 6:30 കുർബാനയുണ്ട്. അപ്പോൾ ഞാൻ 6 മണി അവിടെ ചെല്ലും. കുർബാന കഴിഞ്ഞ് കുളിപ്പിക്കാൻ പോകും. അവരെ വസ്ത്രമൊക്കെ മാറ്റും, ഭക്ഷണം കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യം ചെയ്ത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും വരുന്നത്, ചിലപ്പോൾ സന്ധ്യ വരെ അവിടെ നിൽക്കും. അങ്ങനെ ഇന്ന ദിവസങ്ങളിൽ നിന്നൊന്നുമില്ല. ഞാൻ എപ്പോഴൊക്കെയാണോ വീട്ടിൽ ഇരിക്കുന്നത് അപ്പോഴെല്ലാം ഞാൻ അവിടെ തന്നെ പോകുമായിരുന്നു. പിന്നെ ഞാൻ ബൈബിള് 1 മണിക്കൂറോളം വായിക്കും. 1-2 മണിക്കൂറൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോഴത്തേക്കിനും ഞാൻ വായിക്കും. എനിക്കിഷ്ടമായിരുന്നു വായിക്കാൻ. അതുപോലെ തന്നെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും തന്നെ പോകും. ഇപ്പം എനിക്ക് രാവിലെ എൻ്റെ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ 15 കിലോമീറ്റർ 18 കിലോമീറ്റർ അപ്പുറത്താണ് എനിക്ക് പിന്നെ വൈകുന്നേരം കുർബാനയുള്ള പള്ളി വരുന്നത്. അവിടെ ഞാൻ വൈകിട്ട് പോകും. എന്നിട്ട് സന്ധ്യയാവും തിരിച്ചു വരുമ്പോൾ. എന്നാലും എനിക്ക് ഭയങ്കര ഉടമ്പടി എടുത്തേ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ കുർബാന അവിടെ നടന്നിട്ട് എങ്ങനെ വീട്ടിൽ ഇരിക്കും, അങ്ങനെ ഭയങ്കര വെപ്രാളമാണ്. ഞാനിത് കുറേ പേര് സാക്ഷ്യം പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കും ഇതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എന്ന്. പക്ഷെ അല്ല, ശരിക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുർബാന ഉണ്ടായിട്ട് നമ്മൾ പോവാതിരിക്കുന്നത്. അപ്പം ഇനിയും ഞാൻ 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇന്ന് ഈ ആൾത്താരെ കയറി നിൽക്കുന്നത്. ഇനി ഞാൻ മെയ് 2 പോവുകയാണ്. ഇനി അങ്ങോട്ടും ഈ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാനും കോടാനുകോടി നന്ദി പറയുന്നു. ആമേൻ. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം തിരുവചനം. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ആഖോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവളെ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. ദൈവം ഇസ്രായേലിനോട് ചെയ്യുന്ന ഒരു വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ്. നമ്മൾ തിരിച്ചു വരും എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴെല്ലാം, നാം അകന്നു പോകുന്ന സമയങ്ങളിലെല്ലാം നമ്മെ ഒരു വശീകരണ ശക്തി പോലെ ദൈവം നമ്മെ പിന്തുടർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ അമ്മ തന്നെ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് നടത്തുന്ന ഒരു വലിയ അനുഭവമാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. ആൻ ജോസഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് പലരോടും അത് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് വലിയ കഥയുള്ള കാര്യമൊന്നുമല്ല, നമ്മുടെ പരിശ്രമമാണ് ഏറ്റവും വലുത്. നാം പഠിച്ചാലേ നമുക്ക് ജയിക്കാനാകൂ. പക്ഷേ ഒരു വേള മകൾക്കിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഈശോയോടുള്ള സ്നേഹം ഏറ്റുപറയേണ്ടി വന്നു എന്നുള്ളതാണ് ഈ മകൾക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്. ഈശോ ഈ മകളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് കാരണം
ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കുറവുകളെയും എടുത്തു മാറ്റിക്കൊണ്ട് താൻ ഉടമ്പടി പുതുക്കി എക്സാം പാസ്സായി. അതോടുകൂടി ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. പരാജയങ്ങൾ അടിക്കടി വരാൻ തുടങ്ങിയപ്പോഴെല്ലാം പെട്ടെന്ന് കാലുമാറുന്ന ഒരവസ്ഥ ഈ മകൾക്കുണ്ടായിട്ടുണ്ട്. ഇനി എനിക്ക് ജീവിതത്തിൽ വലിയ അർത്ഥമില്ല, ഞാൻ പരാജയപ്പെടുകയാണ്. വീണ്ടും ഉടമ്പടി സംശയിക്കുന്ന ചില നിമിഷങ്ങൾ ഈ മകൾക്കുണ്ടായിട്ടുണ്ടെന്ന് ഏറ്റു പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മകളെ ദൈവം ആൻ ജോസഫിനെ ദൈവം ബ്രാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ഒരാളെ ബ്രാൻഡ് ചെയ്യുമ്പോൾ എൻ്റെ എന്ന് അവിടുന്ന് കൂട്ടിച്ചേർക്കും. നീ എൻ്റേതല്ലേ. ഒരുപാട് സമയങ്ങളിൽ സാഹചര്യങ്ങളിലെല്ലാം എൻ്റെ എന്ന് സ്വന്തമാക്കുന്ന ആ ദൈവത്തിൻ്റെ അചഞ്ചലമായ അല്ലെങ്കിൽ ശാശ്വതമായ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരു സാക്ഷ്യമാണിത്. നമുക്ക് ഒരു OET പാസ്സാവുക അല്ലെങ്കിൽ ഒരു ജർമ്മൻ വിസ ലഭിക്കുക എന്നതിനേക്കാൾ ഉപരി എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവം എന്നെ എല്ലാവരും കൈവിടുമ്പോഴും എൻ്റെ ഈ ഉടമ്പടിയാണ് എൻ്റെ ഉറപ്പ് എന്ന് ഏറ്റുപറയാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതമാണ്. കാരണം എനിക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തയായിരുന്നു. ഞാൻ ഇനി എപ്പോഴും ഇവിടെ ഏറ്റുപറഞ്ഞതുപോലെ ഞാൻ ഏത് തന്നെ ജീവിതാവസ്ഥയിൽ ഏത് ഭൂഖണ്ഡങ്ങളിൽ ചെന്നാലും ദൈവസ്നേഹത്തെ ഏറ്റുപറയാതെ ദൈവസ്നേഹം അനുഭവിക്കാതെ ദിവ്യബലിയിൽ പങ്കുകൊള്ളാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് അത്രമാത്രം സ്നേഹം ദൈവം ഈശോ നമ്മോട് വ്യക്തമാക്കി തരുന്നത് പോലെ അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈശോയെ തരാൻ മാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ ഈശോ സ്നേഹം പ്രകടമാക്കിയത് കുരിശിൽ കിടന്നുകൊണ്ടാണ്. ഈ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നാം ഒരു തരത്തിൽ ശത്രുക്കൾ തന്നെയാണ്. ഓരോ സമയത്തും എനിക്ക് വിസ ലഭിക്കാതിരിക്കുമ്പോൾ അവിടുത്തെ ഒറ്റിക്കൊടുക്കുന്ന എൻ്റെ സ്വഭാവത്തെ പോലും ഈശോ കുരിശിൽ വില കൊടുത്തുകൊണ്ട് നമ്മെ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെപ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം, അവിടുത്തെ ഒരു വിശ്വസ്തരായിരിക്കാം. നമ്മുടെ ലാഗ് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ തന്നെയായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടിയിലൂടെ നമുക്ക് നമ്മുടെ ജീവിത ഭാരങ്ങളെ ലഘൂകരിച്ചു തരും. ആൻ ജോസഫിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് വീണ്ടും ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ദൃശ്യ, ഇതെൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് അനിത. ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ ആദ്യം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് B2 3 മൊഡ്യൂൾസ് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവാൻ പറ്റി. അത് പിന്നെ സ്പീക്കിംഗ് എത്ര ശ്രമിച്ചിട്ട് ഞാൻ പാസ്സാവുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കോൺഫിഡൻസ് ആകെ പോയി. ജർമ്മൻ ഡ്രോപ്പ് ചെയ്യാന്നുള്ള രീതി വരെ എത്തിയായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിച്ചു പോയത്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയാണ് എന്നെ +2 വരെ പഠിപ്പിച്ചതും ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചതും. അമ്മയും പിന്നെ അമ്മ ജോലി ചെയ്യുന്നിടത്ത് കുറേ ആൻറ്റിമാരെയൊക്കെ സഹായത്തോടെയാണ് ഞാൻ ലാംഗ്വേജ് വരെ കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് 2024 ഞാൻ B2-ൻ്റെ 3 മൊഡ്യൂൾസ് പാസ്സാവുന്നത്. സ്പീക്കിംഗ് എഴുതിയിട്ടാണെങ്കിൽ 2ഉം 3ഉം മാർക്കിനൊക്കെ ഞാൻ ഫെയിലായി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2025 നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കിട്ടുന്ന ഏതിനേലും ജർമ്മനിയിലേക്ക് പോകാൻ. നഴ്സിംഗ് തന്നെ വേണമെന്നില്ല, നഴ്സിംഗ് അസിസ്റ്റൻറ്റോ അങ്ങനെ എന്തിനേലും കയറിപ്പോകാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. ഡിസംബർ ആയപ്പോഴത്തേക്കിനും എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേങ്കിലും അത് റീഷെഡ്യൂളാക്കി. പിന്നെ ആ ഇൻ്റർവ്യൂ നടന്നിട്ടില്ലായിരുന്നു. അങ്ങനെ 2026 ജനുവരി ആയി. ഫാമിലി ഫംഗ്ഷൻസിനും എനിക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നു. അമ്മയുടെ അടുത്ത് ചോദിക്കുന്നു, എന്തിനാ ജർമ്മൻ പഠിപ്പിച്ചേ, ഇവിടെ എന്തെങ്കിലും സാധാ കോഴ്സ് പഠിപ്പിച്ചാൽ പോരായിരുന്നോ, നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ച കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ എവിടെയും പോകാൻ പറ്റാത്ത സാഹചര്യം വരെ എത്തി. ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങത്തില്ലായിരുന്നു. അമ്മയ്ക്ക് സങ്കടം. ആകപ്പാടെ എൻ്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴത്തേക്കിന് എനിക്കൊരു ചേച്ചി കൊണ്ട് കൃപാസനത്തിലെ പത്രം തന്നിട്ടുണ്ട്. എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷേങ്കിൽ ഉടമ്പടി എടുക്കുന്ന കാര്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ചൊവ്വാഴ്ച ഞങ്ങളുടെ അവിടെ ചൊവ്വാഴ്ച പള്ളിയിൽ പോകാറുണ്ട്. അമ്മയുടെ അടുത്ത് ഈശോയുടെ അടുത്തൊക്കെ നല്ല വിശ്വാസമുണ്ട് എനിക്ക്. ഇനി പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചിക്ക് കിട്ടിയ കുറേ അനുഗ്രഹങ്ങളൊക്കെ OET പാസ്സായതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി ഉടമ്പടി എടുത്തു, പക്ഷേങ്കിൽ നീ നിനക്ക് വേണ്ടി എടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഒരിക്കലും മറ്റൊരാളെ നിനക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത്. അതുകൊണ്ട് നീ തന്നെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാത്രി വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് പറയാണ്, അമ്മ ഞാനെങ്കിൽ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുക്കാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കിനും തന്നെ എനിക്ക് പിറ്റേ ദിവസം എന്നെ വിളിക്കുകയാണ്, നഴ്സിങ്ങിന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നീ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 17 എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് പക്ഷേ ജർമ്മൻസിൻ്റെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അല്ലായിരുന്നു. അവർ റെപ്രസെൻറ്റേറ്റീവ് വന്ന് ഇൻ്റർവ്യൂ എടുക്കും. അത് പാസ്സാവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ജർമ്മൻകാരുടെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ കിട്ടുകയുള്ളൂ.
അങ്ങനെ അത് ഞാൻ അറ്റൻഡ് ചെയ്ത് ജനുവരി 18 ആയപ്പോഴത്തേക്കിനും കൃപാസനത്തിൽ വന്നതിന് ഉടമ്പടി എടുത്തു. ഇവിടെ ടോക്കൺ എല്ലാം എടുത്ത് ക്ലാസ് കേൾക്കാനായിട്ട് മോളി ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നത്, നീ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, അപ്പോൾ അടുത്ത ഇൻ്റർവ്യൂ എന്തായാലും കാണും, അതിന് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ കൃപാസനത്തിൽ തൈലോ ഉപ്പോ ഒന്നും എൻ്റെ കയ്യിലില്ല, ജസ്റ്റ് ഒരു പത്രം മാത്രം ഉണ്ടായിരുന്നു. ആ പത്രം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് തൈലം കിട്ടി, ഉപ്പ് കിട്ടി, നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ ആണെങ്കിലും എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും, വൈകുന്നേരത്തെ പ്രാർത്ഥന അല്ല സായാഹ്ന പ്രാർത്ഥന കേൾക്കും, സാക്ഷ്യങ്ങൾ കേൾക്കും. അങ്ങനെ ജനുവരി 26 ആയപ്പോഴത്തേക്കിനും എനിക്ക് ഇൻ്റർവ്യൂ ഡയറക്റ്റ് ഒരു ലേഡി, ജർമ്മൻ ലേഡി ആയിരുന്നു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇരിക്കുന്നിടത്തെല്ലാം ഉപ്പില്ലായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ നെറ്റിയിലും ഫോണിൻ്റെ ഡിസ്പ്ലേയിലും എല്ലാം കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ജയിച്ചെന്നോ ഫെയിലായെന്നോ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. നിനക്ക് നാളെ 10 മണിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. 10 മണിയെന്ന് പറഞ്ഞാൽ ജർമ്മൻ ടൈം ഉച്ച കഴിഞ്ഞ് 2:30 വരുന്നത്. പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ എനിക്കൊരു വെബ്സൈറ്റ് തന്നത്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റാണ്, ഇതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് നോക്കിയപ്പോൾ എനിക്ക് തീരെ പഠിക്കാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിനെ പറ്റി. കാരണം ഒറ്റ രാത്രിയേ ഉള്ളൂ, പിറ്റേ ദിവസം ഇൻ്റർവ്യൂ ഉണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ അവർ പറഞ്ഞേക്കുന്നത്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുമെന്ന് തോന്നുന്നില്ല, എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോ, നീ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നിൻ്റെ അടുത്ത് ചോദിക്കുകയുള്ളൂ, ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 27 എൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ അത് ഫൈനലാണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു, ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളായിരുന്നു. അങ്ങനെ രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ ചുമ്മാ ഇവിടുത്തെ മലയാളി ട്രെയിനേഴ്സ് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ എടുത്തു. അവരുടെ എല്ലാം ഇൻ്റർവ്യൂവിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഇങ്ങനെ സംസാരിച്ചാൽ പോരാ, കുറച്ചുകൂടെ സംസാരിക്കണം, നല്ലതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നാലേ അവർ പാസ്സാക്കുകയുള്ളൂ, കമ്മ്യൂണിക്കേഷന് പ്രാധാന്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് 2:30 ആയപ്പോഴത്തേക്കിനും ഞാൻ തൈലം എല്ലാം വെച്ച് പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ ഇരുന്നെടുത്ത് ഇട്ട് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂവിൽ കയറി. അമ്മയുടെ സമയമായിരുന്നു 2:30. അപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് കിട്ടാനുള്ളതായിരിക്കും, എന്തായാലും നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. 2:30 ആയപ്പോൾ കയറിയിട്ട് അവരെന്നെ അഡ്മിറ്റ് ചെയ്തില്ല. 3:30, 3:45 ആയപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തേ. 3 പേരുണ്ടായിരുന്നു. 3 പേരും മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷേങ്കിൽ എനിക്ക് ആകപ്പാടെ ആൾക്കാർ മുമ്പിലൊക്കെ നോക്കി സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു കിട്ടുമോ, ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ അവരുടെ അടുത്ത് ചോദിച്ചുള്ളൂ. ഓൾറെഡി ഇൻ്റർവ്യൂ ആണെന്ന് അറിഞ്ഞപ്പോഴേ കുറേ ക്വസ്റ്റ്യൻസ് എഴുതി, അതിൻ്റെ ആൻസേഴ്സും എഴുതി ഞാൻ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യൻസ് മാത്രമേ എൻ്റെ അടുത്ത് ആ ഇൻ്റർവ്യൂവിൽ ചോദിച്ചുള്ളൂ. വേറെ ആ ഹോസ്പിറ്റലിനെ പറ്റി അവർ പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നെ വിളിച്ചിട്ട് പറയാണ്, നീ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു, ഉടനെ തന്നെ ഓഫർ ലെറ്റർ വരുമെന്നും പറഞ്ഞു. അപ്പോൾ ഇവർ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഇൻ്റർവ്യൂവിന് മുന്നേ സെപ്റ്റംബർ ഇൻടേക്ക് കാണും, വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പേ സ്പീക്കിംഗ് കിട്ടാനുള്ളത് എഴുതിയെടുക്കണമെന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും രാത്രി എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു പ്രോസസ്സിങ് ചെയ്യുന്ന മാം വിളിച്ചിട്ട് പറയുവാണ്, ഫെബ്രുവരി ലാസ്റ്റ് ആവാറായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, എടാ ഇത് സെപ്റ്റംബർ ഇൻടേക്കല്ല, ഏപ്രിൽ ഇൻടേക്കാണ്, ഇനി 1 മാസവും കൂടിയേ ഉള്ളൂ, പെട്ടെന്ന് പോകണം. കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷേ കിട്ടാനുള്ള സ്പീക്കിംഗ് മോഡ്യൂൾ എന്നെ എടുക്കും, ഒരു മാസം പോലും ഇല്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അതാ വന്നത്. അപ്പോഴത്തേക്കിനും മാം പറയും, അത് കുഴപ്പമില്ല, 3 എണ്ണം വെച്ചിട്ട് നിനക്ക് പോകാമായിരിക്കും, ഒരെണ്ണം വേണമെന്ന് അവർ പറഞ്ഞിട്ടില്ല, 3 എണ്ണം മതി, അത് വെച്ച് നമുക്ക് പോകാം, പ്രോസസ്സിംഗ് ഒക്കെ ബാക്കി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ്ങിന് 4,13,000 രൂപയാവും. അമ്മ ഫ്ലാറ്റിലൊക്കെ ക്ലീനിങ്ങിന് പോയി എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, പിന്നെ ആൻറ്റിമാരെയൊക്കെ സഹായത്തോടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആര് കാശ് തരും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുത്തിട്ട് തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ ആ ലോണ് ആ സമയത്ത് പോയി ചോദിച്ചപ്പോഴത്തേനും പറയാം, ആ ലോണ് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ അവർ ആ കാശ് ആരെടുത്തുനിന്നോ കടം വാങ്ങി എനിക്ക് ആ കാശ് തന്നു. പിന്നെ എൻ്റെ മാലയും അതേപോലെ എന്നെ മോതിരം ഉണ്ടായിരുന്നൊക്കെ പണയം വെച്ച് വിസയ്ക്ക് ഡേറ്റ് എടുത്തു, വിസയ്ക്ക് പോയി. അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു, ഓൾറെഡി 2 വർഷത്തെ വാലിഡിറ്റി സർട്ടിഫിക്കറ്റിനുണ്ട്, വിസ റിജക്ഷൻ വരുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് സംസാരിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ ലാംഗ്വേജ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അതും വെച്ചു. മാർച്ച് 19 എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയിരുന്നത്. മാർച്ച് 18 ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നൊന്നുമല്ല, ഇവിടെ സർട്ടിഫിക്കറ്റും പാസ്പോർട്ടൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷേങ്കിൽ കയറി വന്നപ്പോഴത്തേക്കും അവിടെ ക്യൂ നിൽക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചിട്ട് അച്ഛനെ കാണുന്നുണ്ട്, നിന്നോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ആയിട്ട് VFSൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞ്
അങ്ങനെ കയറി നിന്ന് അവിടെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ആ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, മോൾ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം 3 മാസം ആകുന്നില്ല, പുതുക്കാറും ആയിട്ടില്ല, അച്ഛനെ കാണണ്ട, മാതാവിനെ തന്നെ വിട്ടുകൊടുത്തു, പ്രാർത്ഥിച്ചോ, എല്ലാ കാര്യങ്ങളും നടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. പക്ഷേ ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയില്ല, ബ്ലെസ്സിങ് വാങ്ങാൻ പറ്റിയില്ല എന്നൊരു സങ്കടം എൻ്റെ മനസ്സിൽ കിടക്കുമായിരുന്നു. പക്ഷേ എന്നാലും വിസയ്ക്ക് പിറ്റേ ദിവസം പോയി. വിസയ്ക്ക് കയറിയപ്പോഴായാലും അവിടെയെല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറി. അവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. അച്ഛനെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം പിന്നെ മനസ്സിൽ കിടക്കുക. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ സ്വപ്നം കാണുവാണ്. ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ വന്ന് കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ എനിക്കൊരു ധൈര്യമായി. അതുപോലെ ഡെയിലി ബ്രെഡ് കൂടുമ്പോഴത്തേക്കിനും ആണെങ്കിലും അച്ഛൻ പറയും, വിസ പ്രോസസ്സിങ്ങിൽ ഇരിക്കുന്ന മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കൊരു ധൈര്യമാണ്. അത് കഴിഞ്ഞ് മാർച്ച് 30 ആയപ്പോഴത്തേക്കിനും എനിക്കൊരു മെയിൽ വരികയാണ്. VFS മെയിൽ വന്നത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് 2 വർഷത്തിൽ കൂടുതലായി, 1 വർഷം മുകളിലാകാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ B1 സർട്ടിഫിക്കറ്റ് കൊണ്ട് തരണം, അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെയും കമ്പനീൻ്റെയും സൈഡിൽ നിന്നുള്ള ലാംഗ്വേജ് കൺഫർമേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ക്ലാസ് ഓൾറെഡി April 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിസയ്ക്ക് അവർ നോക്കുമ്പോൾ എന്താ April 2 or 3 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്റ്റൻഷൻ ലെറ്ററും കൂടെ വേണമെന്ന് പറഞ്ഞു. 2 ദിവസം പോലും എടുത്തില്ല, അതെല്ലാം പെട്ടെന്ന് റെഡി ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തു. ഇതെല്ലാം എനിക്ക് പേടിയുണ്ടെന്ന്, കാരണം ഓഫർ ലെറ്ററിലും എൻ്റെ പേര് പാസ്പോർട്ടിലെ മിഡിൽ നെയിം മിസ്സിങ് ആയിരുന്നു ഓഫർ ലെറ്ററിലൊക്കെ. അപ്പോൾ ആ കാരണമൊക്കെ വന്നിട്ട് വിസ റിജക്റ്റ് ആവും നല്ല പേടിയായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസം ആവാറായി വിസയ്ക്ക് വെച്ചിട്ട്, വിസ കിട്ടുന്നില്ല, ഒരു മെസ്സേജ് ഒരു ഇതും ഇല്ല. അങ്ങനെ ഒരു ദിവസം ശനിയാഴ്ച രാത്രി സ്വപ്നത്തിൽ കാണുകയാണ്. ഞാൻ രാത്രി വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പച്ച മെഴുകുതിരിയിൽ 7 എന്ന് പറയുന്ന സംഖ്യ തെളിയുന്ന പോലെ ഞാൻ കാണുവാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് പറഞ്ഞു, അടുത്ത വരുന്ന ചൊവ്വാഴ്ച April 7 ഒരു ചൊവ്വാഴ്ചയായിരുന്നു, അന്ന് നമുക്ക് എന്തെങ്കിലും ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മെസ്സേജ് വരും നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേങ്കിൽ അന്ന് പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും വന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ചോദിച്ചു, നീ ചൊവ്വാഴ്ച വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും വന്നില്ലല്ലോ, എന്നെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അതെന്താ അങ്ങനെ 7 കാണിച്ചിട്ട് ഒന്നും ആ 7-ന് എന്ത് സംഭവിച്ചില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ആ ശനിയാഴ്ച മുതൽ കണക്ക് കൂട്ടിയപ്പോഴത്തേക്കിനും അടുത്ത ആഴ്ചയിലുള്ള ചൊവ്വാഴ്ചയാണ് 7ാമത്തെ വർക്കിംഗ് ഡേ വരുന്നത്. അങ്ങനെ ഞാൻ ആ ചൊവ്വാഴ്ചയുടെ തലേ ദിവസം തിങ്കളാഴ്ച ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചൊവ്വാഴ്ച എന്തായാലും വരും, കിട്ടിയില്ല, നമുക്ക് വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഫോണിൽ മെസ്സേജ് വരുവാണ്, പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഫ്രണ്ട്സിന് 2 പേർക്കും വന്നില്ല, എനിക്കാണ് പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നത്. April 16 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അമ്മ എപ്പോഴും പറയായിരുന്നു, നിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് പാസ്പോർട്ട് വിസ അടിച്ചോളാം, പാസ്പോർട്ട് കിട്ടും, പേടിക്കേണ്ട, അമ്മയോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സാക്ഷ്യം കേൾക്കുമ്പോഴത്തേക്കിനൊക്കെ ആയാലും എല്ലാവരും പറയും, ബർത്ത്ഡേയുടെ അന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി, ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബർത്ത്ഡേയുടെ അന്ന് കിട്ടുമായിരുന്നേ, അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും, അമ്മ എന്നെ അനുഗ്രഹമായിരിക്കും, എൻ്റെ പ്രാർത്ഥനയെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ അങ്ങനെ വിശ്വസിച്ചോളാമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച്. അങ്ങനെ 16 ആയപ്പോൾ രാവിലെ എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ച് പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ വീട്ടിലൊന്നും അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞില്ല, ഡിസ്പാച്ച് ആയ കാര്യവും പറഞ്ഞില്ല, കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ച കാര്യവും പറഞ്ഞില്ല. ടെൻഷൻ അടിക്കുകയാണെങ്കിൽ ഞാൻ മാത്രം ടെൻഷൻ അടിച്ചാൽ മതിയല്ലോ, ഇവരെ ആരും ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ രാവിലെ എണീറ്റ് കൊറിയർ ഓഫീസിൽ പോയി. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. ഓപ്പൺ ചെയ്തു. അവിടെ മാതാവിൻ്റെ കാഴ്ചരൂപം വെച്ച് പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തത്. തുറന്നപ്പോഴത്തേക്കിനും അതിൽ വിസ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ്, എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, നീ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ചൊവ്വാഴ്ച തന്നെ വന്നല്ലോ, അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചേ, നീ എങ്ങനെ അത് പ്രെഡിക്റ്റ് ചെയ്തതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഓൾറെഡി ഞാൻ വിസയ്ക്ക് പോയപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് എൻ്റെ വിസ കിട്ടി. എല്ലാവരും പറഞ്ഞു, നിനക്ക് ഇരട്ടി മാത്രമാണല്ലോ, ബർത്ത്ഡേ ആണ്, അന്ന് എൻ്റെ വിസയും കിട്ടി, ഇനി ഉടനെ പോകാമല്ലോ എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഈ വരുന്ന വ്യാഴാഴ്ച 23 ജർമ്മനിയിലേക്ക് പോവാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞാൻ ജർമ്മൻ ഡ്രോപ്പ് ചെയ്യാന്നുള്ള ആ രീതിയിൽ നിന്ന് എന്നെ ഇവിടം വരെ ഈ ഒരു 3-4 മാസം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തനമായിട്ട് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ജോലിക്ക് പോകുന്നില്ലായിരുന്നു. ഞങ്ങളങ്ങനെ വീട്ടിൽ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന തുക, ഇപ്പോൾ ഒരു നേരത്തെ ചായ കുടിക്കാനോ ആഹാരം കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെ പറ്റുന്ന ചെറിയൊരു തുക മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ഒരിടയ്ക്ക് ഞങ്ങൾ പൊതിച്ചോറുകൾ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ പ്രാർത്ഥനയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഞാനൊരു നിശ്ചിത സമയം വെച്ചിട്ട് പ്രാർത്ഥിക്കാറോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഉടമ്പടി എത്തത് പിന്നെ രാവിലെ എല്ലാ ദിവസവും എണീക്കുക, 5:30 എണീക്കുക, പ്രാർത്ഥിക്കുക, വൈകുന്നേരം പ്രാർത്ഥിക്കുക. ആദ്യമേയൊക്കെ ജസ്റ്റ് ഈ ബുക്കിലുള്ള പ്രാർത്ഥന നോക്കി പ്രാർത്ഥിക്കത്തേ ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും പോരാ, ഇനിയും പ്രാർത്ഥിക്കണം. ആദ്യമൊന്നും ഡെയിലി ബ്രെഡോ സായന പ്രാർത്ഥന ഒന്നും കൂടത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ എങ്ങനെ ഇരുന്ന് പറയുന്ന പോലെ തോന്നി, ഇനി നന്നായിട്ട് പ്രാർത്ഥിക്കണം, പോരാ.
അങ്ങനെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഡെയിലി ബ്രെഡ് കൂടും, പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. വൈകുന്നേരം അങ്ങനെ തന്നെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അത് കഴിഞ്ഞ് അച്ഛൻ്റെ പ്രാർത്ഥന, സാക്ഷ്യങ്ങൾ ഒരെണ്ണമെങ്കിലും കേൾക്കാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനം കൂടാൻ പറ്റിയില്ല, ഏതെങ്കിലും ഒരു ദിവസം അത് ഞാൻ കൂടാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്. എൻ്റെ പേര് അനിത. അമ്മയ്ക്കും തിരുകുമാരനും എൻ്റെ 1000 നന്ദി. ഞാൻ ഇത്രയും നാളും സാക്ഷ്യം പറയാതിരുന്നേ ഞാൻ അമ്മയോടും തിരുകുമാരനും ക്ഷമ ചോദിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 ആദ്യം വെച്ച നിയോഗം കുഞ്ഞിൻ്റെ കാര്യം തന്നെ, അവിടെ പഠിത്ത സംബന്ധമായ കാര്യമാണ്. അത് അമ്മ എനിക്ക് ഒരു പ്രയാസവും കൂടാതെ കൊച്ചിൻ്റെ പഠിത്തവും പരീക്ഷയും ഇന്ന് വരെ, ഇപ്പം കുഞ്ഞ് പറഞ്ഞ കാര്യം വരെ എല്ലാം അമ്മ എനിക്ക് സാധിച്ചു വന്നു. അതിനും അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ആ കുഞ്ഞ് ഉടമ്പടി എടുക്കാൻ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞത്, നിന്നോട് എന്നെ ആദ്യമേ പറഞ്ഞല്ലോ നീ ഉടമ്പടി എടുക്കാൻ, നീ കേട്ടില്ലല്ലോ, അന്നേരം ഒന്നും കൂടി കിട്ടാൻ കിടക്കുക. അങ്ങനെ ആ ഇതിൽ നിന്നും കുഞ്ഞ് അന്ന് വന്നിവിടെ ഞാനും കുഞ്ഞും കൂടി വന്ന് ഉടമ്പടി എടുത്തു. അതിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കുഞ്ഞിനിപ്പോൾ അമ്മ സാധിച്ചു കൊടുത്തു. അന്ന് ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരും, എൻ്റെ മൂത്ത മോടെ വീട്ടിലാണ് ഞങ്ങൾ. അവിടുന്ന് ഞങ്ങൾ 2 കിലോമീറ്റർ 5:30 വെളുപ്പിനെ 5:30 2 കിലോമീറ്റർ നടന്ന് ഇരുട്ടത്ത് നടന്നാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് കോട്ടയം ടൗണിൽ വരാൻ പോരുക. അങ്ങനെ വരുമ്പോൾ ഒത്തിരി ഓട്ടോകൾ വന്നും പോവുക. അങ്ങനെ പോയി ഞങ്ങളുടെ പുറയിൽ നിന്ന് ഒരു ഓട്ടോ ഫ്രണ്ടിലോട്ട് കയറിയിട്ട് തിരിച്ച് വന്ന് ചോദിച്ചു, ചേച്ചി എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ടൗണിൽ പോകാനാണെന്ന് പറഞ്ഞു. അതങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോകുന്നിരിക്കും പുളിമൂട് ജംഗ്ഷൻ വന്നപ്പോൾ കുഞ്ഞ് പറഞ്ഞു, അമ്മ ഫസ്റ്റ് ബസ് പോകാൻ 2 മിനിറ്റും കൂടി ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല മോനെ, അമ്മ മാതാവേ ഈ കുഞ്ഞിനെ കൊണ്ട് അമ്മ മാതാവിൻ്റെ അടുക്ക് ഞാൻ വരുക, ഞങ്ങൾക്കൊരു 5 മിനിറ്റ് ആ ജംഗ്ഷനിൽ ആ ബസ് ഒന്ന് നിർത്തിയിട്ടേക്കണേന്ന് പറഞ്ഞു. ഓട്ടോ വിട്ടു. ബേക്കറി ജംഗ്ഷനിൽ ചെന്നപ്പോൾ ആ ബസ് പോയി. അന്നേരം ഒരു ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ആ ഓട്ടോക്കാരൻ ചോദിച്ചു ആ ചേട്ടനോട്, കുമരം ചേർത്തല ബസ് പോയോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എപ്പോഴും കുറച്ച് ബംഗാളികൾ കാണും, അവർ പോയി കാണും, അത് ആ ബസ്സിൽ അവർ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ ചേർത്തല കല്ലറ കൂടി പോകുന്നൊരു ബസ്സിനാണ് ഞാൻ പോണത്, അതിന് പോയാൽ പോരെ. ഞാൻ അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ബസ് താഴേന്ന് കയറി വരുക. അമ്മ മാതാവ് അവിടെ അനുഗ്രഹിച്ചു. ആ ബസ്സിന് ഇവിടെ വന്നു കൊച്ചു ക്ലാസ്സിന് ഇരിക്കുമ്പോഴാണ് ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സാകുന്നത്. അതും അമ്മയ്ക്ക് തിരുകുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. ഇനി ഞാനിവിടെ വന്നു അമ്മയോട് ഇനി എനിക്ക് സാക്ഷ്യങ്ങൾ പറയാൻ അമ്മ അനുവദിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആദ്യമത്തെ റെപ്രസെൻറ്റേറ്റീവ് വന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ജനുവരി 17 ആയിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജനുവരി 18 ആയിരുന്നു. 17 എന്ന് പറയുന്ന 7 എന്ന് പറയുന്ന ആ ഒരു സംഖ്യ അമ്മയുടെ ഒരിതാണല്ലോ. അപ്പോൾ എനിക്ക് ഒരു വിശ്വാസം, എല്ലാത്തിലും അമ്മയുടെ ഓരോരോ കയ്യൊപ്പുകളുണ്ടായിരുന്നു. ജനുവരി 17 ഇൻ്റർവ്യൂ കിട്ടിയത് അങ്ങനെ. പിന്നെ 27 ഉള്ള ഇൻ്റർവ്യൂ, പിന്നെ ജർമ്മൻ ഇൻ്റർവ്യൂവിൻ്റെ ടൈം വെച്ച് 2:30 ആയിരുന്നു. ഇതെല്ലാം അമ്മയുടെ സമയങ്ങളായിരുന്നു. അതെല്ലാം ഉള്ളപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടും പാസ്സാവും എന്നുള്ളത്. എല്ലാത്തിലും അമ്മ ഈശോയും കൂടെ നിന്ന് തന്നെ അനുഗ്രഹിച്ചു. ഇനിയും മുന്നോട്ടും ഈശോയോടും അമ്മയോടും ചേർന്ന് തന്നെ പോകാനാണ് എൻ്റെ ആഗ്രഹം. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ക്ഷീണിക്കാം, തളരാം, പ്രത്യാശ നഷ്ടപ്പെടാം, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിലും അകപ്പെടാം. പക്ഷെങ്കിൽ വചനം പറയുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ദൈവം നമ്മൾക്ക് പുതിയ ശക്തി നൽകുമെന്നാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓടിയാലും ക്ഷീണിക്കുകയില്ല എന്നാണ്, നടന്നാലും തളരുകയുമില്ല. ഒരുപക്ഷെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിലെല്ലാം നാം കാണുന്നത് ഒരു വലിയ ഒരു ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ്. കാരണം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവർക്കൊരു പുതിയ ശക്തിയാണ് ലഭിക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടിയാലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും അവർക്കൊരു വലിയ ധൈര്യമാണ് അവരുടെ കൂടെയുള്ളത്. കഴുകന്മാരെ പോലെ ചിറകുയർത്തി ഉയരുന്നതായിട്ടാണ് നാം ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ ദൈവകൃപയാണ് നമ്മെ ആത്മീയമായിട്ട് ഉയർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതും. ദൈവം ധൈര്യം നൽകുന്ന പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ദൈവത്തെങ്കിലേക്ക് ആശ്രയിക്കാനായിട്ട് നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് കൃപാസനം അമ്മയാണ്. ദൃശ്യ എം വിശ്വം എന്ന മകളുടെ സാക്ഷ്യത്തിലും അത് തന്നെയാണ് നാം കാണുന്നത്. പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ
ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കുള്ള ശക്തിയും ധൈര്യവും എല്ലാം ഈശോയും അമ്മയുമാണ് നമുക്ക് നൽകുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത് മരിയൻ ഉടമ്പടിയിലൂടെ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് വേണ്ടി സംസാരിക്കാനും നമ്മുടെ കാര്യത്തിൽ ഇടപെടാനും നമ്മുടെ അമ്മയാണ് കൂടെയുള്ള കൃപാസനം അമ്മ. മനുഷ്യ ശക്തിയിലല്ല, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മെ ഓരോരുത്തരും ഉയർത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഈശോയും അമ്മയെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൃശ്യയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.